കേരളത്തിൽ ഗുണ്ടകൾക്ക് യൂണിയനായി രാജരാജേശ്വരി അധോലോകം. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ഇസ്ലാമിക ജിം തുറന്നു. നവാസ് മുത്തു എന്ന് പറയുന്ന പാലക്കാട് തണ്ണീർപ്പന്തൽ സ്വദേശിയാണ് തൻ്റെ ജിമ്മ് ഇസ്ലാമിക ജിമ്മാക്കി മാറ്റിയത്. അദ്ദേഹം പറയുന്നത് ഈ ശരീഅത്ത് നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഖുറാനിക നിയമം അനുസരിച്ച് അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം സമയക്രമങ്ങളും പ്രത്യേക വസ്ത്രങ്ങളുമാണ്. പർദ്ദ ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അവിടെ വ്യായാമം ചെയ്യാം, പുരുഷന്മാർക്കും അതുപോലെ തന്നെ വ്യായാമം ചെയ്യാം. രണ്ടുപേർക്കും രണ്ട് സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. മ്യൂസിക് ഹറാമായതിനാൽ സംഗീതം ഇസ്ലാമിക നിയമപ്രകാരം ഹറാമാണ്. അതുകൊണ്ട് തൻ്റെ ജിമ്മിൽ സംഗീതം ഉണ്ടാകില്ല എന്ന് തുടങ്ങി നമുക്ക് കേട്ടുകേഴ്വി പോലുമില്ലാത്ത കാര്യങ്ങളാണ് ഈ ഇസ്ലാമിക ജിം. ഈ ഒരു വാർത്ത ദേശീയ തലത്തിൽ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കുകയും ദേശീയ മാധ്യമങ്ങൾ ഈ ഇസ്ലാമിക ജിമ്മിനെ കുറിച്ച് വാർത്ത നൽകുകയും ചെയ്തു. അങ്ങനെ നാണക്കേടിൽ തല കുനിച്ച് നിൽക്കുകയായിരുന്നു നമ്മുടെ മതേതര കേരളം. ഇപ്പോൾ ഇതാ ഗുണ്ടകൾക്ക് ഔദ്യോഗികമായിട്ടുള്ള യൂണിയനായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തൊരു കഷ്ടമാണ്! കേരളത്തിൽ ഗുണ്ടകൾക്ക് ഔദ്യോഗികമായ ഒരു യൂണിയൻ രൂപീകരിക്കുക മാത്രമല്ല, അവരെ ഓഫീസ് തുറക്കുകയും ചെയ്തു. കൊല്ലം ശാരദാ മഠത്തിന് സമീപമാണ് ഓഫീസ് തുറന്നത്. നമ്മുടെ പുതിയ ഗുണ്ട അസോസിയേഷന്റെ ഓഫീസ് റെഡി ആയിട്ടുണ്ട്. ശ്രീ രാജരാജേശ്വരി ഗുണ്ട അസോസിയേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇരട്ടക്കുളങ്ങര സ്വദേശി മണികണ്ഠൻ, ജോനകപുരം സ്വദേശി നൌഫൽ, ശക്തികുളങ്ങര സ്വദേശി സക്കറിയ, മുണ്ടക്ക സ്വദേശി ഷെറിൻ, പള്ളിത്തോട്ടം സ്വദേശി ഷാനു, കടപ്പാക്കട സ്വദേശി നിസാമുദ്ദീൻ എന്നിവരെയാണ് പോലീസ് ഈ ഗുണ്ട യൂണിയനുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇനി എന്താണ് വേണ്ടത്? ഇസ്ലാമിക ജിമ്മായി, ഗുണ്ടകൾക്ക് യൂണിയനായി, ഓഫീസായി. പോലീസ് പറയുന്നത് പ്രകാരം ഇതൊരു ജനുവരിയിൽ തുടങ്ങിയ ഒരു ഗൂഢാലോചനയാണ്. ഇവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ഗുണ്ടകൾ, അതിൽ പ്രത്യേകിച്ച് മുൻകൈ എടുത്തത് കൊല്ലത്ത് ഉള്ള ഗുണ്ടകളാണ്. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന 6 പേരും. അവരുടെ മുൻകൈയിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ജനുവരിയിൽ തുടങ്ങി. അതിലാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആലോചന നടക്കുന്നത്. ആ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് നമുക്ക് ഗുണ്ടകൾക്ക് ഒരു യൂണിയൻ ആയാൽ എന്താണ് കുഴപ്പം എന്ന രീതിയിലുള്ള ചർച്ച തുടങ്ങിയത്. ആ ചർച്ച വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ നീങ്ങി അവസാനം ഇത് എങ്ങനെ ആകണം, ഇതിൻ്റെ ഒരു രൂപഘടന, എവിടെയായിരിക്കണം ഇതിൻ്റെ ഓഫീസ് വേണ്ടത് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ജനുവരി മുതലേ ഇവർ ചർച്ച ചെയ്തു വരികയാണ്. ഇതിൻ്റെ ഇടയിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചില ദൃശ്യങ്ങളും സ്റ്റിൽ ഫോട്ടോകളും പുറത്തു വന്നു. അത് ചോർന്ന് പോലീസിന് കിട്ടി. അതോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായി പോലീസ് അറിഞ്ഞത്. പക്ഷേ പോലീസ് വിചാരിച്ചു ഇത് ഒരു വ്യാജമായിട്ടുള്ള കാര്യമായിരിക്കാം, ഇതിന് വലിയ കാര്യമില്ല. പക്ഷേ ഇവരൊക്കെ തന്നെ ക്രിമിനൽ കേസിൽ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിച്ചു. എന്താണ് ഇവരുടെ തുടർ നീക്കം എന്നറിയാനായി കാത്തിരുന്നപ്പോഴാണ് കൊല്ലം ശാരദാ മഠം ജംഗ്ഷനിൽ ഇവരുടെ ഓഫീസ്, യൂണിയൻ ഓഫീസ് തുറന്നത്. അതോടുകൂടി പോലീസ് കളി കാര്യമായി, ഇവർ സീരിയസ് ആയിട്ടാണ് ഈ പറയുന്നതൊക്കെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇവരെ പിടികൂടി. വീട് റെയ്ഡ് ചെയ്താണ് പിടികൂടിയത്. 6 പേരെയും പിടികൂടിയത്. പോലീസ് ഓരോരുത്തരെയും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം, ഇത് ഞങ്ങൾ ഔദ്യോഗികമായി അങ്ങനെ ഒരു യൂണിയൻ തുടങ്ങാനാണ് ചർച്ച നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓഫീസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ പോലീസ് ചോദിച്ചത് ഈ തോക്കുമായിട്ട് നിൽക്കുന്നതിൻ്റെയൊക്കെ വിശദീകരണം എന്താണ്? മാത്രമല്ല ഇവർ റോഡിൽ പൊതു ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവർ ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ ഇവർ പറയുന്നത് തങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ആരോമൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആരോമലിൻ്റെ പിതാവിൻ്റെ ചരമ വാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഒത്തുകൂടിയതാണ്. അതിനെ തുടർന്നാണ് ഈ തോക്ക് കയ്യിലെടുത്തത്. അത് ആരോമലിൻ്റെ മകൻ്റെ കളിത്തോക്കാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. അത് ഫോറൻസിക് പരിശോധന വന്നതിന് ശേഷം മാത്രമേ അത് കളിത്തോക്കാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ ഇവർ പറയുന്നത് അത് കളിത്തോക്കാണ്.
ഇങ്ങനെ ഈ ആരോമലിൻ്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒത്തുകൂടിയപ്പോഴാണ് ഇങ്ങനെ സംഭവം നടന്നത്. ഈ റോഡിൽ ഈ പൊതുഗതാഗതം മുടക്കിക്കൊണ്ടുള്ള തങ്ങളുടെ ഡാൻസും കൂത്തും ഒക്കെ നടന്നിട്ടുള്ളത്. പക്ഷേ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും അതൊരു നാണക്കേടാണ് പോലീസിനെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഒരു നാണക്കേടാണ്. ഇത്തരം സകല അലമ്പിന്റെയും തുടക്കം കേരളത്തിലാണ്. കാരണം ഇസ്ലാമിക ജിം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ആദ്യമായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഗുണ്ടകൾ ചേർന്ന് ഒരു യൂണിയൻ ഉണ്ടാക്കുകയും അതിന് ഓഫീസ് തുറക്കുകയും ഔപചാരികമായി തന്നെ ഓഫീസ് തുറക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ കേരളത്തിലായിരിക്കും. അങ്ങനെ സകല ഉഡായിപ്പുകളുടെയും കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരായിട്ട് ശക്തമായ നടപടികളാണ് വേണ്ടത്, അല്ലാതെ അന്വേഷണമല്ല വേണ്ടത്. ഇപ്പോൾ നമ്മൾ അറിയുന്ന വിവരമനുസരിച്ച്, ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് BNS 192, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇവരെ 6 പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വരുന്നത്. പക്ഷേ അത് എത്രത്തോളം പോലീസ് ഇക്കാര്യത്തിൽ നടപടി കടുപ്പിക്കും എന്നറിയില്ല. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ തോക്ക് കളിത്തോക്കാണ്. പക്ഷേ പോലീസിന്റെ ന്യായം അതല്ല. ഇവർ ഈ തോക്കിനെ സംബന്ധിച്ചുള്ള ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതുവരെ ഇക്കാര്യത്തിൽ പോലീസ് വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ഇവർ ജാമ്യത്തിൽ ഇറങ്ങി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. കാരണം ഇത്രയും പേർ സംഘടിച്ചെത്തുകയും അവിടെ കൊല്ലത്തെ സിറ്റിയിൽ തന്നെയാണ് ഈ ഒരു യൂണിയൻ ഓഫീസ് തുറന്നത്. അത് വളരെ ഗുരുതരമാണ്. കാരണം അങ്ങനെ ആ ഒരു ഓഫീസ് എടുക്കുകയും അത് തുറക്കുകയും ചെയ്തത് പോലീസ് അറിഞ്ഞില്ല എങ്കിൽ പോലീസിന്റെ ഭാഗത്തെ ഗുരുതരമായ വീഴ്ചയാണത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പോലീസ് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് ജില്ലകളിലും ഇവരുടെ അനുബന്ധ ഓഫീസുകൾ, ജില്ലാ കമ്മിറ്റികൾ തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് കൊല്ലത്ത് തുറന്നിട്ടുള്ളത്. അപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറക്കുകയും പിന്നീട് അതിന് ബ്രാഞ്ച് തലത്തിലേക്കും ഏരിയ തലത്തിലേക്കും കമ്മിറ്റി ഓഫീസുകൾ തുറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിലെ ഇവരെ മുളയിലെ നുള്ളുക എന്നുള്ളതാണ് ഇതിന്റെ പ്രതിവിധി. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ അലസ നടപടിയായിട്ടാണോ എടുത്തിട്ടുള്ളത് എന്നുള്ള സംശയമാണ് ഉയരുന്നത്. കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ഈ തുടക്കത്തിൽ ഇതിനെ ലാഘവ ബുദ്ധിയോടുകൂടി സമീപിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് അടുത്ത ജില്ലകളിലേക്കും ഈ യൂണിയൻ വ്യാപിക്കും. മറ്റ് ജില്ലകളിലേക്കും പ്രാദേശിക തലങ്ങളിലേക്കും ഒക്കെ ഈ രാജരാജേശ്വരി അധോലോകം എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ഔപചാരികമായിട്ടുള്ള ഗുണ്ടാ സംഘത്തിന്റെ പ്രവർത്തനം വ്യാപിക്കും. അങ്ങനെ സംസ്ഥാന വ്യാപകമായി രാജരാജേശ്വരി അധോലോകം എന്ന് പറയുന്ന ഒരു ഔപചാരികമായിട്ടുള്ള ഗുണ്ടാ സംഘം പ്രവർത്തിച്ചു തുടങ്ങിയാൽ അതിന്റെ ഗതി എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആഘാതം, കേരളീയ പൊതുസമൂഹത്തിനുണ്ടാകുന്ന ആഘാതം എത്രത്തോളം വലുതായിരിക്കും എന്ന കാര്യം ചിന്തിക്കുമ്പോഴാണ് ഇവിടെ പോലീസിന്റെ അനാസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ഓഫീസ് തുറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് അതിന് മുൻപ് നടന്ന ജനുവരിയിൽ മുതൽ തുടങ്ങിയ ഒരു തുടർപ്രവർത്തനമാണ് ഇപ്പോൾ ഈ ഓഫീസ് തുറക്കുന്നതിൽ എത്തിയത്. അതുവരെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കളിയായാലും കാര്യമായാലും പോലീസ് ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള കർശന നടപടികൾ എടുക്കണമെന്നാണ് പൊതു അഭിപ്രായം ഉയരുന്നത്. കാരണം ഇവരൊക്കെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. അതുകൊണ്ട് ഇവർക്ക് പോലീസിലുള്ള സ്വാധീനം കൊണ്ടാണോ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചത്, അല്ലെങ്കിൽ ഈ തുടർ പ്രക്രിയയിൽ ഒരിടത്ത് പോലും പോലീസ് ഇടപെടാതിരുന്നത് എന്നുള്ള സംശയമാണ് ഉയരുന്നത്. ജനുവരി മുതൽ തുടങ്ങിയ ഇവരുടെ നീക്കങ്ങൾ പോലീസ് കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കേരളത്തിലെ ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ ഗുണ്ടാ സംഘം എന്ന നിലയിൽ രാജരാജേശ്വരി അധോലോകം നമ്മുടെ ക്രൈം റെക്കോർഡ്സിൽ എന്തായാലും ഇടം പിടിക്കും, ചരിത്രത്തിൽ ഇടം പിടിക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിന് ഇടയാക്കിയത് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഉന്നത പോലീസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി എന്താണ് ഇവരുടെ ഗൂഢാലോചന. ജനുവരിയിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് മുതൽ ഇപ്പോൾ ഇവർ പിടിയിലാകുന്നത് വരെ ജാമ്യം ലഭിക്കുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉന്നത പോലീസ് ഇടപെടലിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നുള്ള ആവശ്യമാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത്. അതിലപ്പുറത്തേക്ക് ഇവർ ലാഘവ ബുദ്ധിയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നെറ്റ്വർക്ക് ഒരു ഔപചാരികമായിട്ടുള്ള നെറ്റ്വർക്കായി മാറുകയും ഇന്ത്യയിലെങ്ങും ഇല്ലാത്ത വിധത്തിൽ, കേട്ടുകേഴ്വിയില്ലാത്ത വിധത്തിൽ ഗുണ്ടകൾക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു യൂണിയൻ ഓഫീസുകളും അതിൻ്റെ അനുബന്ധ ഓഫീസുകളും തുടർന്ന് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഉന്നത തലത്തിലെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുകയും എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു
നടപടി, കൃത്യമായിട്ടുള്ളൊരു അന്വേഷണവും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിയും വേണം എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ആവശ്യം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.